ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് ബാറ്റിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് കക്ക ഇറച്ചി തോരനാണ്. ഇത് കക്കയാണ്, ചെറിയ കക്ക ഇറച്ചിയാണ്. അപ്പം നമുക്കിത് വൃത്തിയാക്കണം. ഇതിനകത്തൊരു കയ്പുള്ള ഒരു സാധനമുണ്ട്. അത് നമ്മളത് നുള്ളി എടുക്കണം. അത് കാണിച്ചു തരാം. അതിങ്ങനെ എടുക്കുമ്പോൾ കിട്ടും. ഇതേപോലെ ഈ കയ്പുള്ള സാധനം നീക്കം ചെയ്ത് കളയണം. അത് നമുക്ക് വൃത്തിയാക്കി എടുക്കുകയാണ്. ഞാൻ വെള്ളത്തിലോട്ട് ഇടണം. വെള്ളത്തിലോട്ടിട്ട് ഇതിനെ ഇതുപോലെ നല്ലതായിട്ട് ഇതിൻ്റെ ഈ ഈ ഒരു കയ്പുള്ള സാധനമാണ്. ഇതിനെ ഇങ്ങനെ എടുത്ത് കളയണം. ഇതാണ് വൃത്തിയാക്കി എടുത്തിട്ട് ബാക്കി കാണിക്കാം. കക്ക നല്ല കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ ഒരു കട്ട് കണക്കത്തെ ഒരു കറുത്ത സാധനമുണ്ട്. അതെല്ലാം എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ആദ്യം ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ഒന്ന് ചതയ്ക്കാം. ഇതൊന്ന് ഇഞ്ചി ചതച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് എടുത്തിട്ടുള്ളൂ, അപ്പോൾ കുറച്ച് തേങ്ങ മതി. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് ചതച്ചെടുക്കാം. തേങ്ങ ഒന്ന് ചതച്ചെടുത്താൽ മതി. അടുപ്പ് കത്തിച്ച് ഫ്രൈ പാൻ അടച്ചു കൊടുക്കാം. ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കറുവപ്പല സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുക്കാം. നമുക്ക് ഈ ചതച്ച് വെച്ചിങ്ങനെ ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങ, ബാക്കി മസാലകളെല്ലാം ചേർത്തിട്ടുണ്ട്. നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ വൃത്തിയാക്കി എടുത്തു വെച്ച കക്ക ഇറച്ചി ഇട്ട് കൊടുക്കും. നല്ല ടേസ്റ്റാണ് കക്ക ഇറച്ചി. അപ്പം നല്ല കാൽസ്യം ഉള്ള, നമ്മൾ തൈറോയ്ഡ് ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ്. കാൽസ്യം ഉള്ള ഐറ്റമാണ് കക്ക ഇറച്ചി, ഞണ്ട്, കണവ, കുഞ്ചി, ഇതെല്ലാം കാൽസ്യം ഉള്ളതായതുകൊണ്ട് തൈറോയ്ഡ് ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ്. അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മുടെ കക്കയിറച്ചി നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ കക്കയിറച്ചി തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇത് സ്റ്റവ് ഓഫാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കക്കയിറച്ചി തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.